ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വാമനെയും പ്രതാപനെയും കോടതിയിൽ വിസ്തരിക്കുന്നുണ്ട് കണ്ണൻ. ആദ്യമായിട്ട് അവരുടെ പേരുകളെല്ലാം ചോദിക്കുന്നു. തുടർന്ന് വാമദേവനോടായിട്ട് കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ എത്ര വർഷമായി ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിന് 10-30 വർഷം ജോലി ചെയ്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ വാമദേവൻ. 2006 കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ MD ആയിരുന്ന വിശ്വനാഥനും സൂപ്പർവൈസറായ നിങ്ങളും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് എൻ്റെ ഓർമ്മയിൽ ഇല്ല എന്ന് പറയുന്നുണ്ട് വാമദേവൻ. അന്ന് തൻ്റെ കള്ളത്തരം MD ആയിരുന്ന വിശ്വനാഥൻ കൈയോടെ പൊക്കിയില്ലേ, തന്നെ കമ്പനിയിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നെ ഒഴിവാക്കുന്ന കാര്യം വിശ്വനാഥന് സങ്കല്പിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് കമ്പനിയെ സേവിച്ച ഒരാളായിരുന്നു ഞാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ വാമദേവൻ. ഇതേസമയം ദുർഗയും ഉണ്ണിയും കോടതിയിലെത്തുന്നു. അങ്ങനെ കമ്പനിയെ സേവിച്ച് താൻ ക്രമേണ വിശ്വനാഥൻ്റെ വിശ്വസ്തനായിട്ട് മാറി. ശരിക്കും എന്തിനാണ് നിങ്ങൾ സ്വന്തം പെങ്ങളെ വിശ്വനാഥനെ കല്യാണം കഴിച്ചു കൊടുത്തതെന്നും കണ്ണൻ ചോദിക്കുന്നുണ്ട്. ഇതേസമയം ദുർഗയും ഉണ്ണിയും കോടതി മുറിയിലെത്തുന്നു. അവരെ കണ്ട് ഷോക്കായി പോവാണ് പ്രതാപനും വാമനും. ഇത് കാണുന്ന കണ്ണനാണെങ്കിൽ അങ്ങോട്ട് നോക്കണ്ട എന്നും എൻ്റെ ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി കിട്ടണമെന്ന് പറയുമ്പോൾ എന്തിനാ കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് ഞാൻ ഇവിടെ പറഞ്ഞതല്ലേ മോനെ എന്ന് പറയുമ്പോൾ ആരുടെ മോൻ എന്ന് ചോദിച്ച് കണ്ണൻ ചൂടാവുന്നു. അല്ല സാറേ എന്ന് തിരുത്തി പറയുന്നുണ്ട് കേട്ടോ വാമദേവൻ. അങ്ങനെ നാവിന് ഉളുക്ക് സംഭവിക്കുമ്പോഴാണ് മൊഴികൾ മാറ്റി പറയുന്നത് എന്നും കണ്ണൻ പറയുന്നു. കമ്പനി താഴ്ച വളരും എന്ന് മുൻകൂട്ടി കണ്ട താൻ കമ്പനിയോടൊപ്പം തനിക്കും വളരണം എന്ന് തോന്നി. കമ്പനിയിൽ അധികാരം വേണമെന്ന് മോഹിച്ചു. അതിനുവേണ്ടി വിശ്വനാഥൻ എന്ന നല്ല മനുഷ്യന് സ്വന്തം പെങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്തത് എന്നെല്ലാം കണ്ണൻ്റെ ആ ചോദ്യം കേട്ട് പതർച്ചയോടെയാണെങ്കിലും അല്ല എന്ന് വാമൻ പറയുമ്പോൾ കോടതിക്ക് അത് മുഖവിലേക്കെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഭാര്യ മരണപ്പെട്ട വിശ്വനാഥന് ഒരു മകനുണ്ടായിരുന്നു. ആ മകനെ നോക്കാനെന്ന വ്യാജേന നിങ്ങൾ വിശ്വനാഥനെ സ്വാധീനിച്ചു. ആ സമയത്ത് വിശ്വനാഥന് അമ്മയെ നഷ്ടപ്പെട്ട മകൻ അമ്മയുടെ സ്ഥാനത്ത് ഒരമ്മ വേണമായിരുന്നു. അത് മനസ്സിലാക്കിയ താൻ കൃത്യമായിട്ട് തൻ്റെ പെങ്ങളെ അതിനുവേണ്ടി കണ്ടെത്തി വിശ്വനാഥനെ സ്വാധീനിച്ച് ആ വിവാഹം നടത്തി. അതല്ലേ സത്യം എന്ന് ചോദിക്കുമ്പോൾ ദുഷ്ട ഉദ്ദേശത്തോടെയൊന്നും അല്ല ഞാൻ അവരെ ഒന്നിപ്പിച്ചത്. വിശ്വനാഥൻ്റെ മകന് ഒരമ്മ വേണം എന്ന് കരുതിക്കൊണ്ട് തന്നെയാണെന്ന് വാമദേവൻ പറയുമ്പോൾ അതിന് നിങ്ങളെന്തിനാ സ്വന്തം പെങ്ങളെ വിധവയാക്കിയതെന്ന് കണ്ണ് തുറന്നടിച്ച് ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടി പോകുന്നുണ്ട് കേട്ടോ വാമന്. ഇതേസമയം ദുർഗയും ഉണ്ണിയാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കുന്നു. തുടർന്ന് എന്താ മറുപടി ഇല്ലേ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ ഞാനങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല എന്നും എൻ്റെ സ്വന്തം പെങ്ങളെ വിധവയാക്കാനായിട്ട് ഞാൻ ശ്രമിക്കൂ എന്ന് വാമദേവൻ ചോദിക്കുമ്പോൾ തൻ്റെ പെങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം എന്നതിനേക്കാൾ തൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ പെങ്ങളുടെ ഭാവിയും ഗുണത്തിനും വേണ്ടിയൊന്നും അല്ല എന്ന് കണ്ണൻ പറയുമ്പോൾ എന്ത് തെളിവാണ് ഇതിനുള്ളത് എന്ന് വാമദേവൻ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് ഈ നിൽക്കുന്ന തെളിവ് ഈ പ്രതാപചന്ദ്രൻ. തുടർന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ലേ, താനല്ലേ ആ ലോറി ഡ്രൈവർ എന്ന് കണ്ണൻ ചോദിക്കുന്നതും പെട്ടുപോകുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഇതേസമയം ദുർഗയ്ക്കും ഉണ്ണിക്കും ആണെങ്കിൽ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. അന്ന് പ്രതാപൻ വെറും ഒരു ലോറി ഡ്രൈവറായിരുന്നു. പിന്നെ ഇയാൾ ഒരുപാട് ലോറികൾ വാങ്ങി, ഇപ്പോൾ 4-5 കാറുകളുണ്ട്. ഇതിൻ്റെ എല്ലാം തുടക്കം ആ കൊട്ടേഷനിൽ നിന്നായിരുന്നു എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ഞാൻ ആർക്കും കൊട്ടേഷൻ കൊടുത്തിട്ടില്ല എന്ന് വാമൻ പറയുന്നതും അത് ഞാൻ ചോദിച്ചില്ലല്ലോ, ഇയാളാണ് അതിന് മറുപടി പറയേണ്ടത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ അവരെ 2 പേരെയും പൂട്ടുന്നുണ്ട്. തുടർന്ന് പ്രതാപനോടും കുടുംബത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്കൊരു ഭാര്യയുണ്ടെന്നും ഒരു മകളുണ്ടെന്നും പറയുന്നുണ്ട് പ്രതാപൻ. അപ്പോൾ മകളുടെ പേരെന്താണെന്നുള്ള ചോദ്യത്തിന് കരുണയെന്നാണെന്നും വീടിൻ്റെ പേര് ചോദിക്കുമ്പോൾ കരുണാലയമാണെന്നും പ്രതാപൻ പറയുമ്പോൾ മകളോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ കരുണ ഉള്ള കുടുംബം കൊണ്ടാണോ അങ്ങനെ ഒരു പേരിട്ടെന്ന ചോദ്യത്തിന് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പ്രതാപൻ പറയാൻ തുടങ്ങുന്നതും അങ്ങനെ ജീവിക്കാൻ എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല അല്ലേ എന്ന് തിരിച്ച് ചോദിക്കുകയാണ് കണ്ണൻ ചെയ്യുന്നത്. തനിക്ക് ഒരു മകളല്ലല്ലോ 2 മകളല്ലേ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഒരു മകൾ എൻ്റെ മകളല്ല എന്നും എൻ്റെ ഭാര്യയുടെ ആദ്യത്തെ ബന്ധത്തിലുള്ള മകളാണെന്നും പ്രതാപൻ പറയുന്നുണ്ട്. ആ കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി എന്നും പ്രതാപൻ മറുപടി കൊടുക്കുന്നു. 2006 ഡിസംബർ 12 സമയം രാത്രി 8 മണി, ശക്തമായിട്ടുള്ള മഴ. ആ സമയത്ത് സ്വന്തം മകനെയും കൊണ്ട് ബുള്ളറ്റ് ഓടിച്ചു വരുന്ന ഒരച്ഛൻ ആ ബൈക്കിലേക്ക് ലോറി പാഞ്ഞു കയറി ഒരച്ഛനും മകനും റോഡിൽ തെറിച്ചു വീണു. അത് കണ്ട ഭാവം പോലും നടിക്കാതെ ലോറി ഓടിച്ചു പോയി. ആ വാഹനം നിർത്താതെ പോയി. അന്ന് ആ ലോറിയിലുണ്ടായിരുന്നത് പ്രതാപനോടൊപ്പം അന്ന് ആ ലോറിയിലുണ്ടായിരുന്ന ഏക സാക്ഷി, അതായത് തൻ്റെ ഭാര്യയുടെ ആദ്യത്തെ ബന്ധത്തിലെ കുട്ടി മഹാലക്ഷ്മി എന്നും കണ്ണൻ പറയുന്നു.
തുടർന്ന് മഹാലക്ഷ്മിക്ക് അന്ന് 5 വയസ്സാണെന്നും പക്ഷേ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിക്ക് നേരിട്ട് വന്ന് കോടതിയിൽ മൊഴി നൽകാൻ കഴിയില്ല. പക്ഷേ പോലീസ് കോടതിയിൽ ആ ഒരു മൊഴി ഹാജരാക്കിയിട്ടുണ്ട് എന്നും പറയുന്നു. ആ 5 വയസ്സുകാരി എല്ലാത്തിനും സാക്ഷിയാണ്. താൻ റോഡിൽ വീണ് പിടഞ്ഞ അച്ഛനെയും മകനെയും കണ്ടില്ല എന്ന് തടിച്ച് വണ്ടി ഓടിച്ച് പോകാൻ തുടങ്ങി. പക്ഷേ മഹാലക്ഷ്മി അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അലറിക്കരഞ്ഞു. എന്നിട്ട് താൻ ആ പാവം പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ലോറി ഓടിച്ച് പാഞ്ഞുപോയി. അച്ഛനാണെങ്കിൽ അന്ന് ആ സ്പോട്ടിൽ മരിച്ചു. മകൻ ജീവച്ഛവം കണക്കെ കിടന്നു. പക്ഷേ ആ മകന് പിന്നീട് ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും അരയ്ക്ക് താഴേക്ക് തളർന്നു. വീൽചെയറിൻ്റെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. തുടർന്ന് അന്ന് വീൽചെയറിലായ ആ പയ്യൻ വക്കീൽ വേഷമിട്ട് അതേ കേസ് വാദിക്കുന്ന ഞാൻ തന്നെയാണെന്നും ഇതൊരു ദൈവനിയോഗമായിട്ട് കരുതുന്നു എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സത്യങ്ങൾ ഒന്നൊന്നായിട്ട് ദുർഗയ്ക്കും ഉണ്ണിക്കും ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ദുർഗയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇപ്പോൾ വിശ്വേട്ടനെ കൊന്നത് പ്രതാപനാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അയാളത് സമ്മതിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. ഇത്രയും പറഞ്ഞതിന് ശേഷം ഇനിയാണ് പ്രതാപനിൽ നിന്നും സത്യങ്ങൾ അറിയേണ്ടത്. താനൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് വളരെ കുറച്ച് ദിവസം ട്രീറ്റ്മെൻറ്റിനായിട്ട് പോയില്ലേ, ഇപ്പോൾ താൻ നോർമലാണോ എന്ന ചോദ്യത്തിന് അറിയില്ല, പക്ഷേ ഡോക്ടർ നോർമലാണെന്നാണ് സർട്ടിഫൈ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കണ്ണൻ. എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ സത്യമല്ലേ എന്ന് കണ്ണൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇവന് തലയ്ക്ക് വെളിവില്ല എന്ന് വാമനിടയ്ക്ക് കയറി പറയാൻ തുടങ്ങുന്നതും നിർത്ത്, തന്നോട് ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വാമൻ്റെ വായടപ്പിക്കുന്നുണ്ട് കണ്ണൻ. തുടർന്ന് ചികിത്സയ്ക്ക് പോയ ഡോക്ടറിനെ കുറിച്ചെല്ലാം പ്രതാപനോട് ചോദിക്കുന്നുണ്ട്. ഡോക്ടറിൻ്റെ പേര് ചോദിക്കുമ്പോൾ ഡോക്ടർ ശർമ്മ എന്ന് പ്രതാപൻ മറുപടി കൊടുക്കുന്നതും അപ്പോൾ അത് നല്ല ഓർമ്മയുണ്ടല്ലോ, പിന്നെ എന്താ തനിക്ക് ഓർമ്മയില്ലാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പോൾ വാമദേവൻ കൊട്ടേഷൻ തന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടില്ല എന്ന് വാമദേവൻ വീണ്ടും ഇടയ്ക്ക് കയറി പറയുമ്പോൾ തന്നോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വീണ്ടും വാമദേവനെ നേരെ പൊട്ടിത്തെറിക്കുന്നു. താൻ ഡോക്ടറുടെ അവിടേക്ക് ചികിത്സയ്ക്ക് പോയ സമയത്ത് ഡോക്ടർ തൻ്റെ മനസ്സ് പഠിക്കാൻ ശ്രമിച്ചിരുന്നു എന്നും അന്ന് താൻ അബോധാവസ്ഥയിൽ ഡോക്ടറോട് പറഞ്ഞ സത്യങ്ങളുണ്ട്. തുടർന്ന് ഇത്തരം കാര്യങ്ങൾ പേഷ്യൻസിന് ഓർമ്മ കാണില്ലെങ്കിലും ഡോക്ടർക്ക് എല്ലാം കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. തുടർന്ന് ഡോക്ടറുടെ വെളിപ്പെടുത്തൽ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുന്നുണ്ട്. തുടർന്ന് ഡോക്ടർ ശർമ്മയോട് പ്രതാപൻ എല്ലാം തുറന്നു പറഞ്ഞിരുന്നു എന്നും ഇയാളാണ് വിശ്വനാഥിൻ്റെ ബൈക്കിലേക്ക് ലോറി പാച്ച് കയറ്റിയത് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടിവിറയ്ക്കുന്നുണ്ട് കേട്ടോ ദുർഗയും ഉണ്ണിയും. തുടർന്ന് അതിന് അയാൾക്ക് കൊട്ടേഷൻ കൊടുത്തത് വാമദേവൻ എന്ന് പറയുന്ന ആൾ താൻ തന്നെയല്ലേ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ അല്ല, ഞാനല്ല, അന്ന് എനിക്ക് ഇവനെ പരിചയം പോലും ഇല്ല, ഇവനോട് ചോദിച്ചു നോക്കുന്നു വീണ്ടും കള്ളം പറയാണ് വാമൻ ചെയ്യുന്നത്. പ്രതാപന് ഈ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് വാമദേവനെ അറിയാമായിരുന്നോ എന്ന് ഉള്ള ചോദ്യം കേട്ട് സത്യം മാത്രമേ ഈ കോടതിയിൽ ബോധിപ്പിക്കാൻ പാടൂ എന്ന് കണ്ണൻ പറയുമ്പോൾ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് പ്രതാപൻ ചെയ്യുന്നത്. തുടർന്ന് ഇത് ഇവൻ കള്ളം പറയുകയാണെന്നും ഇവന് തലയ്ക്ക് വെളിവില്ല എന്നെല്ലാം വാമദേവൻ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാം ഡോക്ടർ തന്നിൽ റിപ്പോർട്ടിലുണ്ടെന്ന് പറയുന്നുണ്ട് ജഡ്ജി. തുടർന്ന് ജഡ്ജി തന്നെ നേരിട്ട് തനിക്ക് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോടോ എന്ന് പ്രതാപനോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പ്രതാപനും പറയുന്നു. തലയ്ക്ക് വെളിവ് തിരിച്ചു വന്ന സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയി കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് വാമദേവൻ വീണ്ടും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പഴയ കാര്യങ്ങൾ മറന്നുപോയതുകൊണ്ട് തന്നെയാണ് തന്നെ പരിചയമുണ്ടെന്ന് പറഞ്ഞത്. ഇനി എല്ലാം പറ. വിശ്വനാഥനും വാമദേവനും തമ്മിൽ ഉടക്കുണ്ടായി. അങ്ങനെ വിശ്വനാഥനെ കൊല്ലാൻ വേണ്ടി വാമദേവൻ തനിക്ക് വലിയൊരു തുക തന്നു എന്ന് ചോദിക്കുമ്പോൾ വക്കീൽ പരീക്ഷ പാസ്സായിട്ടും കോടതി പോലും വരാതെ ഇപ്പോൾ കറുത്ത കോട്ടും ഇട്ടുകൊണ്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടിയൊന്നും പറയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ വാമദേവൻ. തുടർന്ന് പറ പ്രതാപ, എൻ്റെ വിശ്വനാഥനെ കൊല്ലാൻ ഞാൻ നിനക്ക് പണം തന്നിട്ടുണ്ടോ? ഇല്ല പ്രതാപ എന്ന് പറയാനെല്ലാം വാമദേവൻ പ്രതാപനോട് ആവശ്യപ്പെടുന്നു. ഇതേ സമയത്ത് തന്നെയാണ് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. അതായത് മുത്തശ്ശിയാണെങ്കിൽ കരുണയും കൂട്ടിക്കൊണ്ട് തന്നെയാണ് കോടതിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ അവർ ഇറങ്ങാൻ തുടങ്ങുന്നതും മാർക്കോയും ലോപ്പസും കൂടി വരുന്നുണ്ട്. അപ്പോൾ അവരെ കണ്ട് മുട്ടിടിച്ച് പോവുകയാണ് കരുണയ്ക്കും മുത്തശ്ശിക്കും. തുടർന്ന് രണ്ടുപേരും കൂടി എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കോടതിയിലേക്ക് പോവുകയാണെന്ന് മുത്തശ്ശി പറയുന്നതും
ഇവള് വരണ്ട, നിങ്ങൾ മാത്രം പോയാൽ മതി എന്ന് മാർക്കോ പറയുമ്പോൾ മോളുടെ അച്ഛൻ്റെ വാദം നടക്കില്ലേ കോടതിയിൽ, അപ്പോൾ മോൾക്കും വരണ്ടേ എന്ന് മുത്തശ്ശി വീണ്ടും പറയുമ്പോൾ നിങ്ങൾ മാത്രം പോയാൽ മതി, ഇവളിവിടെ നിൽക്കട്ടെ, ഇവൾക്ക് കാവലിന് ഞങ്ങളുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ കരുണയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് കത്തിമുനയിൽ നിർത്തുന്നുണ്ട്. മോളെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി നിലവിളിക്കുമ്പോൾ, മോളുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി നിലവിളിക്കുമ്പോൾ ഇവളുടെ ചേച്ചിയുടെ വയറ്റിലും ഒരു 8 മാസം പ്രായമുള്ള കുഞ്ഞുണ്ടായിരുന്നു. എന്നിട്ട് ഇവളെന്താ ചെയ്തത്? എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തിട്ടാണ് ആ കുഞ്ഞ് ജനിച്ചത്. അമ്മയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ജയിലിൽ നിന്ന് വരുന്ന നിങ്ങളുടെ മോന് കാണാനായിട്ട് നിങ്ങളുടെ മോളും നിങ്ങളും ഇപ്പോൾ ഇവിടെ കാണില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇവളെയും കൊണ്ട് ഞാൻ പോയിക്കോട്ടെ എന്ന് മുത്തശ്ശി വീണ്ടും പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ മാത്രം പോയാൽ മതിയെന്നും പോയിട്ട് കോടതിയിൽ പ്രതാപൻ മൊഴിമാറ്റി പറയാനുള്ള സാധ്യതയുണ്ട്. നടന്നതുപോലെ അവൻ പറയണം. വാമദേവൻ അവന് കൊട്ടേഷൻ കൊടുത്തിരുന്നു എന്നും അതുപോലെ അവൻ കണ്ണൻ സാറിൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നിരുന്നു എന്നും മഹാലക്ഷ്മി ആ ലോറിയിൽ ഉണ്ടായിരുന്നുവെന്നും നിങ്ങളുടെ മകൻ കോടതിയിൽ ഏറ്റുപറയണം. അത് പറയാതെ അവനെങ്ങാനും ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കണ്ണൻ സാറിനെ വിളിക്കും. കണ്ണൻ സാറ് പ്രതാപനെ എങ്ങാനും ജാമ്യത്തിൽ വിട്ടു എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഇവൾ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കരുണയുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് മാർക്കോ. തുടർന്ന് നിങ്ങൾക്ക് എന്നെ അറിയാലോ എന്ന് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു. ഇനി തിരികെ വരുമ്പോൾ നിങ്ങൾക്ക് കൊച്ചുമോള് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാമെന്ന് ലോപ്പസും പറയുന്നു. ഞാൻ വേഗം പോയി മോനോട് ഇക്കാര്യങ്ങളെല്ലാം പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അങ്ങനെ പറയുമ്പോൾ ഒരു കാരണവശാലും പ്രതാപനും വാമദേവനും ജാമ്യം കിട്ടില്ല. പക്ഷേ അതിന് വിപരീതമായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ കൊച്ചുമോള് മരിച്ചു എന്ന് തന്നെ കൂട്ടിക്കോ. മാത്രമല്ല പുറത്തു പോയിട്ട് ഞങ്ങളിവിടെ ഇവൾക്ക് കാവലുണ്ടെന്നെങ്ങാനും ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഭീഷണിയായിട്ട് ഞങ്ങളുണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞത് തന്നെയായിരിക്കും വീണ്ടും സംഭവിക്കാൻ പോകുന്നത് എന്ന് മാർക്കോ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആരോടും ഒന്നും പറയില്ല, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പോകാൻ തുടങ്ങുന്നതും എന്നെ ഒറ്റയ്ക്കായിട്ട് പോവുകയാണോ മുത്തശ്ശി എന്ന് കരുണ ചോദിക്കുമ്പോൾ, നീ ഒരു പുലിമടയിലാണ്, ഇവിടെ നിന്ന് നിനക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിൻ്റെ മുത്തശ്ശി പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന് മാർക്കോ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പ്രതാപൻ എല്ലാ കുറ്റവും കോടതിയിൽ ഏറ്റുപറയാനായിട്ട് തയ്യാറാവുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്